ഫ്രണ്ട്സ്, നമുക്ക് കമ്പനി ബോർഡ് LGSന് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്ക് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം തൊട്ട് തുടങ്ങാം. ബംഗാൾ വിഭജനം 1905. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ കൈക്കൊണ്ട തന്ത്രങ്ങളിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബംഗാൾ പ്രവിശ്യയെ കിഴക്കൻ ബംഗാൾ എന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നും ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് പടിഞ്ഞാറൻ ബംഗാളും ഇവയെ രണ്ടായി തിരിച്ചു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ദേശീയ വിലാപദിനമായി ആചരിച്ചത് ഒക്ടോബർ 16. ദേശീയ വിലാപദിനമായി ആചരിച്ചത് ഒക്ടോബർ 16. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡ്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് ബ്രോഡ്രിക്ക്. ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് ബ്രോഡ്രിക്ക്. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം വന്ദേ മാതരം. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം വന്ദേ മാതരം. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡന്റ് BN ദർ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡന്റ് BN ദർ. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് ഷെൽ എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജി. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴക്കിയ ഈ വാക്യം പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകൾ. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളിയുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ടറകൾ. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളിയുടെ സിരകളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ.